ഇവറ്റോടൊക്കെ അധ്വാനിച്ചു കൊടുക്കണം. എന്നെ വേണം അടിക്കാൻ. കുഞ്ഞമ്മാ എന്തിയമ്മേ? എന്താടാ? കണ്ടത്തിൽ വെള്ളം തിരിച്ചിട്ടെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോ തുള്ളി വെള്ളമില്ല. ഇന്ന് വിശേഷമായി പുട്ടും കടലും പപ്പടവും. കുഞ്ഞമ്മാവാ, പാടത്ത് വെള്ളം തിരിച്ചോ? എന്താ കുന്തം ഉഴണ്ടതാണ്. പാടത്ത് വെള്ളം തിരിച്ചിടണമെന്ന് പറഞ്ഞിരുന്നു ഞാന്. എവിടെ? നെഞ്ചത്ത്. പാടത്ത് വെള്ളം തിരിച്ചോന്ന്. വെള്ള അല്ല കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ കേൾക്കാൻ ചെവിയില്ല. ചെവി അടഞ്ഞു പോയിട്ടാടാ. തല കറങ്ങിയിട്ട് ചെവിക്കൊരടപ്പും മേലാകൊരു വേദനയും ഒരു പനിക്കോളും. വായടഞ്ഞു പോയിട്ടില്ലല്ലോ, അതെന്നെ മഹാഭാഗ്യം. കാശനാഥ് ഇരിപ്പുണ്ടോ അപ്പോളെ? നെറുകയിലൊന്ന് തിരുമാൻ. തോറ്റു ഞാൻ. എന്തിനാടാ ആ പാവത്തിനെ ഇങ്ങനെ ചീത്ത പറയണേ? പകയിലാണെങ്കിലും അമ്മാവൻ തന്നെയല്ലേ. ചെറുപ്പത്തിലേ അവൻ ഇങ്ങനെയാ, മേലനങ്ങില്ല. അവനും അതെ, അവന്റെ അച്ഛനും അതെ. അതുകൊണ്ടല്ലേ മുടിഞ്ഞു പോയത്. കെട്ടിയ പെണ്ണു മേലെ ഇട്ടിട്ട് പോയില്ലേ? ഭാഗം കിട്ടിയത് വിറ്റ് നമുക്ക് തന്നുകൊണ്ട് 3 നേരം ഉണ്ട് കഴിഞ്ഞു. ഇല്ലെങ്കിലോ മോളെയും പിടിച്ച് തെരുവിലിറങ്ങി തെണ്ടടി വന്നേനെ. ഒന്നും മിണ്ടാണ്ടിരിക്കടാ. ആ പെണ്ണ് കേക്കണ്ട. അവൾ ഇവിടെ വേലക്കാരിയെ പോലെയാ പണിയെടുക്കണേ. അതാലോചിച്ചിട്ടാ ഞാനൊന്നും പറയാത്തെ. വേണ്ട വേണ്ടാന്ന് വെച്ചാലും ഇന്ന പ്രാന്ത് പിടിപ്പിച്ച് ഓരോന്ന് പറയിപ്പിക്കും. ആഹാ, ഇതാരൊക്കെയാ? നിങ്ങളുടെ കാര്യം എപ്പ അങ്ങടെ ഓർത്തേ ഉള്ളൂ. അനുമോൾ അമ്മമ്മേ മറന്നാ? ഏട്ടൻ എന്തിയമ്മേ? അവൻ ചന്തയ്ക്ക് പോയി. എന്ത് വിൽക്കാനാണമ്മേ? നാളികേരാ? ഇത്തിരി നാളികേരുണ്ട്, ഇത്തിരി പച്ചക്കറിയുണ്ട്. വാ. ശ്രീകുട്ടിയെ, ഇതാരാ വന്നിരിക്കണേന്ന് നോക്കിയേ. ദിവാകരനിപ്പോ ജോലിക്ക് പോണ്ടല്ലോ ഇല്ലേ? ഒരാഴ്ച പോയാ ഒരാഴ്ച ലീവാ. ആരോഗ്യം അങ്ങോട്ട് ശരിയായിട്ടില്ല. കിട്ടുന്നത് മരുന്നിനേ ഉള്ളു എന്റെ അമ്മേ. ഇതൊക്കെ എന്തിനാണ് അമ്മയോട് പറയുന്നത്? ഇതായി മനുഷ്യന്റെ സ്വഭാവം. നമ്മുടെ വിഷമം എന്റെ ഏട്ടനോടും അമ്മയോടും അല്ലാണ്ട് ഞാൻ ആരോടാ പറയാ? അതിലൊരു മാനക്കേടും ഇല്ല. ഏടത്തി സുധയും എന്തേ അമ്മേ? അപ്പുറത്തുണ്ട്. വാ മോളെ. വന്ന കാലം നിക്കണ്ട, ഇരിക്കൂ ദിവാര. ഓ, ഇരുന്നോളാം. ആഹാ, മോളെന്തിനാ അടുക്കളയിലേക്ക് വന്നേ? എനിക്കെന്താ അടുക്കളയിൽ വന്നാൽ? എനിക്കും പഠിക്കണമെല്ലാം. ഞാൻ പഠിപ്പിച്ചേരാ എന്റെ കൂടെ നിന്നോ. വന്ന കാലത്ത് എനിക്കും ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. നല്ല എന്റെ ഗുരു. ഇതെന്ത് കറിക്കണമ്മേ? സാമ്പാറിന്. അപ്പൊ അടുപ്പിലിരിക്കണതോ സാമ്പാറല്ലേ? അത് സാമ്പാറിനുള്ള പരിപ്പാ. അതൊരു വേവാവുമ്പോ ഈ കഷ്ണങ്ങൾ ഇടണം. ഞാൻ ഇട്ട് നോക്കാം. ഇട്ടോ. അയ്യോ, പൊള്ളിയ മോളെ. തുണി കൊണ്ടെടുക്കണം. സാരില്ല. അയ്യോ, തെറിച്ചോ? ഇത്തിരി തുപ്പല് വരട്ടെ, നക്കിയാ മതി. വേണ്ട, അമ്മ നോക്കട്ടെ. അയ്യോ, അല്ലെങ്കിൽ കൈ കൊമളിക്കും മോളെ. അതിന് നക്ക തെറ്റുണ്ടോ ഇവിടെ? അമ്മ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയേ? അല്ലെങ്കിൽ അവിടെ കൈ പൊള്ളി വീർക്കും മോളെ. വീർത്തോട്ടെ. എന്താ? ഒന്നുമില്ല. മാനത്തുനിന്ന് പൊട്ടി വീണതല്ലേ? പൊട്ടി വീണിട്ടൊന്നുമല്ല. എനിക്ക് തുപ്പൽ അറപ്പാ. എന്തൊക്കെ രോഗാണുക്കൾ ഉണ്ടാവും. എന്താടി, എന്താ ഉണ്ടായേ? ഇവിടെ ആർക്കും മഹാരോഗമൊന്നുമില്ല. എന്താമ്മേ? ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? നീ ആ കഷ്ണം വിട്ട് അരപ്പ് കൂട്ട. എന്താടാ കാര്യം? എന്തിനാ അവളെ അടിക്കണേ? എന്നെ ശരിയാക്കണേ. എന്റെ അമ്മ വെല്ലൊക്കെ കൊണ്ടുവിടെ. ഞാൻ ആരുമല്ല നിന്റെ. അതന്നെ എനിക്ക് പറയാനുള്ളത്. ഏട്ടൻ ആരും അല്ലാണ്ടാവരുത്. മിണ്ടാണ്ടിരിക്കടി. അമ്മ മിണ്ടായിരിക്കെ. ഇങ്ങനെ ഉണ്ടാവും ഒരു അസൂയ. ശോഭയ്ക്ക് കുറച്ച് പണവും സൗന്ദര്യം ഉണ്ടായിപ്പോയി എന്ന് വെച്ച് എല്ലാവരും കൂടെ അവളെങ്കിലും കഷ്ടപ്പെടുത്തണം. വിജയ, നീ കഥ അറിയാതെ ആട്ടം കാണുക. കാര്യം അറിയാതെ വല്ലതും പറയരുത്. അവളെ എന്ത് കഷ്ടപ്പെടുത്തിയെന്നാ നീ പറയണേ? എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ചില അരിശം തീർക്കല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് മതി. ഞാനാണല്ലോ ചിലരുടെ ഇഷ്ടത്തിനെതിരെ നിന്നത്. അവളെന്താ പഴച്ചേ? വിജയ, നീ വെറുതെ തോന്നലൊന്നും പറയണ്ട. ഇപ്പൊ ഇവിടെ ഉണ്ടായെന്ന് പറയണത് ഒരു നിസ്സാര കാര്യമാണ്. എനിക്കത് നിസ്സാര കാര്യമല്ല. ശോഭയുടെ അച്ഛൻ എന്നെ വിശ്വസിച്ച് കല്യാണം കഴിച്ചു തന്നതാ. അവൾക്കൂടെ സമാധാനവും ഇല്ല, നേരത്തിന് ഭക്ഷണം കൂടി ഇല്ലാന്ന് പറഞ്ഞാ എനിക്കത് നിസ്സാര കാര്യമല്ല. എന്താടാ എന്താ? ഏട്ടൻ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിവിടെ ഇല്ല. ഇവിടെ എല്ലാരും കൂടെ ശോഭയെ എലിനെ പോക്കണ പോലെ പോയ്ക്കുക. അതൊക്കെ നിന്റെ തോന്നല. അതിന് മാത്രം എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായേ? ഏട്ടനൊന്നും അറിയില്ല, അല്ലെങ്കിൽ അറിയില്ല എന്ന് ഭാവിക്കുക. ഇങ്ങനെയൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാ. ഞാൻ അവളെ വിളിച്ച് മാറിത്തരാം. എന്താ വിജയ് പറഞ്ഞേ? പിന്നല്ലാതെ താഴാവുന്നിടത്തോളം താഴുന്നുണ്ട്.
എന്നിട്ടും എല്ലാവരും കൂടെ അവളെ ഒറ്റപ്പെടുത്തുക. അവൾക്ക് അങ്ങനെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. കേട്ടോടി, പറഞ്ഞ കേട്ടോ, എല്ലാവരും കൂടെ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കും. അതിന് മാത്രം ഒന്നും ഉണ്ടായില്ല. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, അത്രേ ഉള്ളു കാര്യം. അതിനിങ്ങനെ നടന്ന് തുള്ളേണ്ട കാര്യമൊന്നുമില്ല. സുധ പറഞ്ഞത് ശരി തന്നെയാ. മാനത്തൊന്ന് പൊട്ടി വീണതാവും. ദേ, ഒരൊറ്റ അടി അടിച്ചാണ്ടല്ലോ കാരണക്കല്ലേ ഞാൻ തകർക്കും. ഇനി നീ തുടങ്ങിക്കോ. നിന്റെ വായിന്ന് എന്തെങ്കിലും വീണോന്ന് അറിഞ്ഞാ അതോടെ തീർന്നു. ഞാനൊന്നും പറഞ്ഞില്ല എന്റെ പൊന്നെ. അമ്മയ്ക്കൊന്ന് കണ്ടറിഞ്ഞു നിന്നൂടെ? എനിക്ക് വയ്യ. അവളൊരു കെട്ടിലമ്മ. എന്റെ കുടുംബത്തെ അന്തച്ചിത്രം ഉണ്ടാക്കും അവള്. പൊന്നെന്ന് കരുതിയത് കാക്കപ്പന്ന. എന്നെ പറഞ്ഞാ മതി. എന്റെ നളിനി ആയിരുന്നെങ്കിൽ. മനസ്സ് നിറഞ്ഞു. പോവേ എങ്ങട്? നളിനിയുടെ അടുത്തേക്ക്. എന്തിന്? ഇവിടെ എന്താ കുഞ്ഞമാമയ്ക്കൊരു കുറവ്? നീയുള്ളടത്ത് കുഞ്ഞുമാമയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല. എന്നാലും പോണം, അതാ നല്ലത്. അല്ലെങ്കിൽ എന്താ കുഞ്ഞമാമ ആരെയും എന്തിനും പറഞ്ഞോ? ആരൊന്നും പറഞ്ഞില്ല. പിന്നെന്തിനാ പോണേ? എന്താമ്മേ? അവൻ ഇപ്പൊ ഇവിടെ ഒരു സമാധാനം ഇല്ലന്ന്. ശോഭ എന്തോ പറയോറ്റോ ചെയ്തു. എന്തു പറഞ്ഞു? ഒന്നുമില്ല. അതൊന്നും സാരമില്ലെന്നേ. എന്തെന്നറിയില്ല, ആകെ ഒരു സമാധാനക്കേട്. നളിനെ കാണാത്തോണ്ടായിരിക്കും. അതൊന്നും അല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ കുടുംബത്താകെ ഒരു താളം തെറ്റലുണ്ട്. എല്ലാരും ഉള്ളിൽ എന്തൊക്കെയോ മറയ്ക്കണം, എന്തൊക്കെയോ നീറണം. വെളുപ്പിന് മകരത്തിലെ മഞ്ഞത്ത് നിൽക്കണ പോലെ ആകെ ഒരു പുകമയം. കുഞ്ഞമാമ വയ്ക്കോ വയ്ക്കോ. ഇനി യാത്ര ഇല്ല. ഇപ്പൊ തന്നെയോ? പിന്നെ എപ്പോഴാ? പറയാതെ പോണെന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ ഓർത്തു പറഞ്ഞിട്ട് ഒറ്റ പോക്കങ്ങോട്ട് പോവാം. ഇനി നിന്നാ പോകാൻ പറ്റില്ല. കുഞ്ഞമാമയ്ക്ക് കാശുമല്ലോ? ഒന്നും വേണ്ട, ഒക്കെ മാലകുട്ടിയോട് വാങ്ങിയിട്ടുണ്ട്. ഊണ് കഴിച്ചിട്ട് പോവാടാ. വേണ്ടമേ, പോണെങ്കിൽ ഇപ്പൊ തന്നെ പോട്ടെ. ഈ വയ്യ. ഞാൻ വരാം കുഞ്ഞമാമേ, അങ്ങോട്ട് വരാം. ഇന്ന എല്ലാവരോടും, കുഞ്ഞുമക്കളോടും വിജയനോടും ഇത്തിരി വെള്ളം കൂടി കുടിക്കേ. മതി, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത്തിരി കുടിക്കും മോളെ, ഇല്ലെങ്കിൽ ഇനിയും ഛർദിക്കും. ഛർദിച്ചോട്ടെ. വേണ്ടെങ്കിൽ കുടിക്കണ്ട. വേഗം റെഡിയാവും. നമുക്ക് ആ ഡോക്ടർ മല്ലിയെ ഒന്ന് കാണാം. എനിക്കൊരു ഡോക്ടറെയും കാണണ്ട. നിങ്ങളുടെ ഏട്ടനോടൊന്ന് പറഞ്ഞാ മതി. ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും പാടത്തുനിന്ന് നേരെ കയറി വരാണ്ടിരിക്കാം. ചെളിയുടെയും വേർപ്പിന്റെ നാറ്റം സഹിക്കാൻ പറ്റണില്ല. എന്റെ ഭർത്താവിന് ചെളിയുടെയും വേർപ്പിന്റെ നാറ്റമുണ്ട്. ഈ നിൽക്കുന്നുണ്ടല്ലോ നിന്റെ ഭർത്താവ്, ആ ചെളിയുടെ വേർപ്പിന്റെ വിലയാ. അതുകൊണ്ട് ഞാനത് സഹിച്ചോളുന്നുണ്ടോ? എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ നീ. വേറൊന്നുമല്ല പറഞ്ഞത്. വേർപ്പും ചെളിയും കഴി വൃത്തിയാക്കി വരണമെന്നേ ഞാൻ മീൻ ചെയ്തുള്ളൂ. 25,000 ഉറുപ്പ്യ. എന്റെ പെങ്ങക്ക് ആ ധർമ്മം വേണ്ടെങ്കിലോ? വേണ്ടെങ്കിൽ വേണ്ട. വിജയ, ഇങ്ങോട്ട് വാ. അങ്ങേരോട് സംസാരിക്കാൻ നിൽക്കണ്ട. ചെല്ലടാ, വളർത്തുവട്ടിയല്ലേ, വിളിക്കണോടത്ത് ചെല്ല്. ഏട്ടനോട് വീണ്ടും ഞാൻ പറയാണ്, മര്യാദക്ക് സംസാരിക്കണം. നീ എന്നെ മര്യാദ പഠിപ്പിക്ക. എന്താ എന്താടാ എന്താടാ ഞാൻ ഈ കാണുന്നേ? എന്റെ കുടുംബം നശിച്ചല്ലോ ഈശ്വര. എന്താ എന്താ ഉണ്ടായേ? നീ ഇങ്ങനെയൊന്നും പറയാത്തതാണല്ലോ മോനെ. എന്തെങ്കിലും ഒന്ന് പറയേ. സുധന്തി, അവള് താഴെയുണ്ട്. അവളെ ഇതൊന്നും അറിയിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളതെല്ലാം വിറ്റായാലും ഞാൻ ഈ കല്യാണം നടത്തും. വിജയം പണം തരില്ലേ? തരും. നമ്മളെല്ലാം ചേർന്ന് അവന്റെ പെണ്ണിന്റെ കാല് പിടിക്കണം. അത് വേണോ അമ്മേ? പിടിക്കാൻ എത്ര കഴുതക്കാല് വേറുണ്ട് ഇവിടെ. അമ്മ എന്ത് പറയണു? ആകം നടക്കട്ടെ. എല്ലാരും തല്ലിപ്പിരിയണേലും നല്ലത് അതന്നെയാ. നടക്കട്ടെ. വല്യമ്മാവ തന്നെ ഒന്ന് നടത്തി കൊടുക്കുക. എനിക്കിത് കാണാൻ വയ്യ. നടക്കട്ടെ. പിന്നെ നിങ്ങൾ ആരെയും ഞാൻ ബാധ്യതപ്പെടുത്തിയിട്ടില്ല. ഈ സ്വത്തിൽ എനിക്കും എന്റെ മക്കൾക്കുള്ള അവകാശം സുധയെ കെട്ടാൻ പോകുന്ന രാധാകൃഷ്ണൻ എഴുതി കൊടുത്തു. അല്ലാതെ നിങ്ങളാരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല. അത് പറയുമ്പോ ഇവരെന്നോട് പറഞ്ഞ കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും. 10-20 കൊല്ലായിട്ട് ഈ സ്വത്ത് മുഴുവൻ നീ തന്നെയല്ലേ നോക്കി നടത്തണേ? അതിന് ആദായം നീ തന്നെയല്ലേ പറ്റണേ? ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ.
ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും? ഇവൻ സ്വന്തം കാര്യം നോക്കാനല്ലല്ലോ, കുടുംബം നോക്കിയില്ലേ? എല്ലാരും വളർത്തി ഒരു നിലയിൽ എത്തിച്ചില്ലേ? അതൊക്കെ പറയുമ്പോ പറയാന്നല്ലാതെ കൃത്യമായിട്ടൊരു കണക്കുമില്ലല്ലോ. ഇല്ലമ്മേ, ഇല്ല. എന്റെ ഒരു കണക്കില്ല. എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്. എന്റെ അല്ല, ഈശ്വരന്റെ കയ്യില്. ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ പോരാ. സാരല്ലമ്മേ, വിധിയാണ്, അത് അനുഭവിക്കണം. മാലതി, പുറപ്പെടാൻ ഒരുങ്ങിക്കോളൂ. എങ്ങോട്ടാന്നറിയില്ല, പോണം. ഇനി എന്റെ ആവശ്യമില്ല ഇവിടെ. ഞാൻ ആരുമല്ല ഇവിടെ. ഞാനും വരുന്നുണ്ട് ഇവിടെ. അമ്മയ്ക്ക് വരാം, പക്ഷേ ഇപ്പോഴല്ല, ഒരിക്കൽ. അപ്പൊ അമ്മയുടെ വേണം, അല്ലെങ്കിൽ ശോഭ ഒറ്റയ്ക്കാവില്ലേ? അമ്മ സമാധാനിക്കും, ഒക്കെ ശരിയാവും. വേഗം വേണം, ഇനി ഒട്ടും വൈകണ്ട. ഇല്ലടാ കണ്ണ, പാട്ട് പഠിപ്പിക്കത്താൻ വരേ. ഇത് ഇപ്പൊ അല്ല, പാട്ട് പഠിപ്പിക്കുന്നത് ഇവിടെ ജാസ്തി പണം இந்த வேலைக்கு கொடுக்கறா. அதான் என்ன மாமி இது? இவன் எவ்வளவு சந்தோஷமான காரியத்தை சொல்ல வந்து தெரியுமா? அவனுக்கு வேலை கிடைச்சாச்சு மாமி, வேலை. கல்கட்டா கன்ஸ்ட்ரக்ஷன் கம்பெனி பெரிய கம்பெனி. அவங்க இப்ப கொச்சியில புதுசா கன்ஸ்ட்ரக்ஷன் ஸ்டார்ட் பண்ண போறாங்களா? அந்த கொச்சி கன்ஸ்ட்ரக்ஷனுக்கு இந்த கிருஷ்ணமூர்த்தி தான் சீஃப் சைட் ஆபீசர். 6 மாசம் தான் பிரபேஷன். அது முடிஞ்ச நாளைக்கு சம்பளம், அப்புறம் காரு, பங்களா, கோட்டேஜ் எல்லாம் கிடைக்குமா? அப்படியா கண்ணா? എന്റെ പൊന്നുസ്വാമി, എന്നെ രക്ഷിക്കണേ. അയ്യോ, ഞാൻ വിടില്ല. വന്നതിലിരുന്ന് ഇതാ ഒவ்வொருத்தன் காலில் விழுந்துட்டே வர்றான். கேட்டா உங்க கூட வேலை பார்க்கறவனாக்குன்னு. കൊച്ചിയിൽ കൽക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സാമിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യേണ്ട ആളാ ഞാൻ. പേര് KK ജോസഫ്. ഓ, അത് ശരി. ഇതാ സാമിയുടെ കൂടെ കൊച്ചിയിലേക്ക് വരാൻ പോണ അമ്മ. അതെ. എന്റെ അമ്മേ, ഇയാൾക്ക് എന്താ വേണ്ടേ? സാമിയുടെ വന്നേ. என்னடா மூர்த்தி, என்ன இதெல்லாம்? ഒന്നുമില്ല. പട്ടാവി, നീ അമ്മയെ കൂട്ടിട്ട് പോ. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? മൂർത്തി, ഒന്നുമില്ല മാമി, ഒന്നും നടക്കാതെ വാങ്ങോ. മൂർത്തി പറയിപ്പിക്കാൻ നോക്കാം, എനിക്കറിയാം. കാണാം. എടാ എന്നടാ ഇത്? എടാ എന്നാന്ന് முதல்ல மன்னிப்புகள். മാമാട്ട് മன்னிപ്പൊന്നും കേൾക്കണ്ട. കൊടുക്കാമോ? പണത്തെ കൊടുത്താ അതാ പറഞ്ഞത്, തരാന്ന്. മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്? പണം അവൻ തരും, ഈ ജോലിക്ക് അവൻ പോവുകയും ചെയ്യും. ഒന്നും പറയണ്ട, ഈ ജോലിക്ക് നീ പോയേ പറ്റൂ. ഇനി ഇവരുടെ പണം കൊടുത്തു തീർക്കാതെ ഞാൻ ഇവിടെ വിട്ട് എങ്ങോട്ടുമില്ല. മരിച്ചുപോയ നിന്റെ അച്ഛനെ പറയിപ്പിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് കൊള്ളി വെക്കുന്നതല്ലേടാ. ശിവരാമ, നീ എല്ലാരും വിളിച്ചോണ്ട് പോ. നിങ്ങളുടെ പണം തരാൻ ഞാനുണ്ടാവും. പോടാ. ഇതൊന്ന് പിടിച്ചേ. தொடருது. ഞാൻ தொட்டு போகிறதல்லே. திருப்தி ஆயிடா எனக்கு. எங்க போனாலும் பிராமணனா இருக்கணும்னு சொல்லி அனுப்பிட்டு இப்போ போதும். ഇവിടുത്തെ വേലയും വേണ്ട, അവര് മണ്ണാങ്കട്ടിയും വേണ്ട. വേറെ വണ്ടി. எதுக்கு நீ அவனை கூப்பிடுறாய்? உன்னை கொள்ளி வைக்கிறதுக்கா இல்ல அவனை கொண்டு போய் கொள்ளி வைக்கிறதா? மிண்டது கண்டவன் சவத்தை எல்லாம் தூக்கி அசுத்தம் பண்ணிட்டு வந்திருக்கிறியே, நீ ஒரு பிராமணாடா நாயே. என்ன மாமா நீ இப்படி எல்லாம் பேசுற? ஒரு பிராமணன் ஒரு உண்மையோட ஜடம் தோல்லேറ്റ மாலை இடிஞ்சு விழுவா. பாத்தியா, நீ பாத்தியா? செஞ்ச தப்பு கூட அவனுக்கு தப்பா தெரியுது. பாரு, உன் உடல்ல கிடக்குது பூணுல புண்ணாக்கா. போதும்டா போதும். நான் உனக்கு மாமனும் இல்ல, நீ எனக்கு மருமகனும் இல்ல. போடா, போய் தொலை. கிருஷ்ணமூர்த்தி, எதுக்குடா இந்த வேலை? விட்டுட்டு வந்துடுறா. தஞ்சாவூர்ல നിങ്ങളുടെ കേസ് ജയിച്ചു. உன் அப்பாவோட சொத்து, ரிஷிஸ்தலம், தோட்டம் எல்லாம் திருப்பி கிடக்கிறதுக்கு கோടതി விதி வந்தாச்சு. ஆமாண்டா, ஆமா.
നിന്നെയും കൊണ്ട് തഞ്ചാവൂരിലേക്ക് പോകാൻ വന്നതാ മാമി. ഇപ്പൊ തന്നെ പോവാം. വാടാ പോകാടാ. ഇല്ലടാ പട്ടാഭി, ഇപ്പൊ ഞാൻ ഇവിടുന്ന് വരാൻ പാടില്ല. ഇവിടെ ഞാനായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ തീർക്കാതെ എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല. അപ്പോ ഞാൻ വിളിച്ചാലും നീ വരില്ല അല്ലേ? അമ്മ എന്നെ ശപിക്കരുത്. ഇപ്പൊ ഞാൻ അമ്മയുടെ കൂടെ വന്നാൽ ഇവിടെയുള്ള ഒരുപാട് പേരുടെ ശാപം എനിക്കുണ്ടാവും. അമ്മ പൊയ്ക്കോളൂ. ഇതൊക്കെ തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് വന്നോളാം. വേണ്ടടാ, നീ വരണ്ട, ഒരിക്കലും വരണ്ട. നിന്നെ ഇനി കാണുക വേണ്ട. ഈ അമ്മ. അമ്മയ്ക്ക് ശിവരാമ വണ്ടിയിലേറ്. ഡേയ് കേറണ വണ്ടിയിലേ. പട്ടാഭി. അമ്മ അമ്മ വണ്ടി ഇടണോ? അമ്മ